ഓക്കെ. നമസ്കാരം. നമസ്കാരം. രാജേഷ് ആലത്തൂരാണ്. ഹായ്. ഇന്ന് നമ്മൾ പുതിയൊരു അതിഥിയെ പരിചയപ്പെടുകയാണ് കേട്ടോ. വർഷങ്ങളായി നമ്മുടെ കലാമേഖലയിലും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം, ആൽബം, സിനിമാ മേഖലയിലും പ്രവർത്തിക്കുന്ന ഏതാ നാട്? പേരാമ്പ്ര, കോഴിക്കോട്. പേരാമ്പ്ര, അതായത് കലകളുടെ നാടായിട്ടുള്ള പേരാമ്പ്ര കോഴിക്കോട്ടിൽ നിന്നുള്ള കണ്ണദാസ് ചേട്ടനെ നമുക്കിന്നൊന്ന് പരിചയപ്പെടാം. കണ്ണേട്ടാ, ഹായ്. നമസ്കാരമുണ്ട്. നമസ്കാരം. സുഖമായിരിക്കണോ? സുഖം. ഇന്നിപ്പോൾ ഒരു ലൊക്കേഷൻ്റെ അതെ, അതെ. തിരക്കിലാണ് അതെ, അല്ലേ? അതെ. ഏതാണ് ഇപ്പോഴത്തെ വർക്ക്? ഏതാ? പുതിയൊരു നിഷാദ് ബാവട്ടി എന്ന് പറഞ്ഞൊരു സുഹൃത്ത് ചെയ്യുന്ന ആ, ഒരു ഷോർട്ട് ഫിലിം. ഷോർട്ട് ഫിലിമാണ്. അതെ. പേരെന്താണ്? പുതിയൊരു പേരിട്ടിട്ടില്ല. ഇട്ടില്ല, വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് ആണ്. ഓക്കെ. ഇപ്പം എന്താണ് പ്രൊഫഷണൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആക്ച്വലി ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓ ഓ ഓ. അതോടൊപ്പം തന്നെ ഉം. കുറച്ച് ഷോർട്ട് ഫിലിംസും ആൽബംസും ഒക്കെ ഒക്കെ ചെയ്യുന്നുണ്ട്. ചെയ്യാറുണ്ട്. എത്ര ഷോർട്ട് ഫിലിംസ് ചെയ്തു? ഇപ്പോൾ നിലവിലൊരു 15ഓളം ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. 15 ഷോർട്ട് ഫിലിം ചെയ്തു. അതെ, അതെ. അത് ഏതൊക്കെയോ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? അത് ആൽബത്തിനായിരുന്നു. ആൽബത്തിനാണ് കിട്ടിയത്. ഓ ഓ. മഞ്ജുരാത് എന്ന് പറഞ്ഞ ആൽബം ഉണ്ടായിരുന്നു. ആൽബം ഉണ്ടായിരുന്നു. അതിന് അവാർഡ് കിട്ടി. അവാർഡ് കിട്ടി. അതും അതിലെ അഭിനയിച്ച കുട്ടിക്ക് ആ, ഡെബ്യൂട്ടർസ് ആക്ട്രസിനുള്ള അവാർഡ് കിട്ടി. അവാർഡ് കിട്ടി. ഓക്കെ. അത് കഴിഞ്ഞ ദിവസമാണ് മേടിച്ചത്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. റെഡ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഓ ഫെസ്റ്റിവലിൽ വെച്ചിട്ട്. ഓ ഓ ഓ ഓ ഓ. അപ്പോൾ ഈ കലയായിട്ട് ഇങ്ങനെ എങ്ങനെയാണ് ഒരു എൻട്രി? കുട്ടിക്കാലം മുതലേ കലയോട് ഭയങ്കര താല്പര്യമാണ്. ആ കാരണം ആ പഠിക്കുന്ന കാലത്തൊക്കെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ച്, ആ ആ ആ പിന്നെ അമേച്ചർ നാടകങ്ങളാണ്, ആ ആ. പ്രൊഫഷണൽ നാടകങ്ങൾ, പിന്നെ പ്രൊഫഷണൽ നാടകങ്ങളിലെ സുഹൃത്തുക്കളായിട്ടുള്ള പരിചയം, ഓ പിന്നെ ഓ അവരിൽ നിന്ന് കിട്ടിയ കുറെ അറിവ് ഓ ഓ ഓ നമ്മളെ ടീച്ച് ചെയ്യുന്നത് അവരാണ്. ഓ ഓ ഓ ഓ രൂപപ്പെടുത്തുന്നതിലും ഉണ്ടല്ലോ കുറെ ഓ. ആ, യെസ് യെസ്. ആളുകളുടെ ഇപ്പൊ ഈ സംഭാവന. 15 ആൽബങ്ങൾ ചെയ്തു. ആ, ഈ 15 15 അല്ല, ആൽബങ്ങളല്ല, സോറി, 15 15 ഷോർട്ട് ഫിലിംസും ഷോർട്ട് ഫിലിം മൊത്തം. ചെയ്തു. ആ അതിലൊരു 6ഓളം ആൽബങ്ങൾ ആ, വരും. അത് സംവിധാനം ഫുള്ളും നിങ്ങളാണ് ഒരു 10ഓളം കംപ്ലീറ്റ് ഞാൻ തന്നെ ചെയ്തു. ചെയ്തിട്ടുണ്ട്. ഓ ഓ. മറ്റത് സപ്പോർട്ടീവായിട്ട് ചെയ്തു ചെയ്തിട്ടുണ്ടല്ലോ. കൊടുത്തിട്ടുണ്ട്. ആ, ഈ 15 ഈ ടോട്ടലി ചെയ്തിട്ടുള്ളതിലൊക്കെ അഭിനയിക്കാൻ പറ്റിയോ അതോ? അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാത്തിലും പറ്റിയിട്ടുണ്ടല്ലേ? എൻ്റെ ഒരു മുഖം ആ ആ. കാണിക്കാൻ കഴിഞ്ഞു. ഫാമിലിയൊക്കെ എന്താണ്? എങ്ങനെയാണ്? ഫാമിലി, ഒരു കുട്ടിയുണ്ട്, ആ ആ. മാരീഡാണ്. മാരീഡാണ്. വൈഫ് എന്ത് പിന്നെ ചെയ്യുന്നു? വൈഫ് വെറുതെ ഇരിക്കുകയാണ് വീട്ടിൽ. വെറുതെ ഇരിക്കുകയാണ്. അതെ. ഓക്കെ ഓക്കെ. എങ്ങനെയാണ് അച്ഛനമ്മ. ഈ കലാരംഗവും ഈ തൊഴിലുമായിട്ട് എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ആ. ലീവ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര പ്രശ്നമുണ്ട്. എങ്ങനെ, പ്രൈവറ്റ് പക്ഷേ സെക്ടറാണോ അതോ? പ്രൈവറ്റ് ആണ്, പ്രൈവറ്റ് പ്രൈവറ്റ് ആണ്. സെക്ടറാണ്. ഓക്കെ അതെ. ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ അതിന് ഒരു സമയം കണ്ടെത്തിയിട്ട് ആ നമ്മൾ ആ താൽക്കാലികമായി ആ. എടുത്ത് പോവുകയാണ്. എന്ത് തന്നെയാണെങ്കിലും ഈ കലാപരിപാടി വിട്ടിട്ടുള്ള ഒരു പരിപാടി ഇല്ല ഇല്ല, എന്നുള്ളതാണ് അത് അല്ലേ? സത്യം പറഞ്ഞാൽ അതിനോട് ഭയങ്കര ഒരു ജീവനാണ്. ഇൻട്രസ്റ്റ് ആണ് അല്ലേ? ഇനി ഇപ്പോഴത്തെ ഷോർട്ട് ഫിലിം, ഇപ്പം ഷോർട്ട് ഫിലിം പോയിക്കൊണ്ടിരിക്കുന്നത് അതെ, അല്ലേ? അതെ. ഇനി എന്താണ് അടുത്ത ഫ്യൂച്ചർ പ്ലാൻ? നിലവിൽ ഇപ്പോൾ പിന്നെ 1-2 ആ, ഷോർട്ട് ഫിലിംസിന്ന് എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ടുണ്ട്. ഒരു 1-2 ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. ഓ പക്ഷെ ഓ അവരൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടില്ല ഓ എന്ന് പറയാം. ഓ ഓ. എന്താണ് തീരുമാനം. ഒരു ഈ കോഴിക്കോട് തന്നെ ഒരുപാട് സംവിധായകരും ഒരുപാട് കലാകാരന്മാരുള്ള ഒരു നാടാണ് കോഴിക്കോട്. അതെ, അതെ. അപ്പോൾ നിങ്ങളിൽ ഒരു സിനിമ ഡയറക്ടർ ആകും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ്. അതെ, ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയത്ര ടാസ്ക്കാണ്. ഓ ഓ ഓ പക്ഷേ ഈ ഷോർട്ട് ഫിലിമുകളൊക്കെ ഡയറക്റ്റ് ചെയ്യാനോ ആൽബം ഡയറക്റ്റ് ചെയ്യാനോ ഒക്കെ നമുക്ക് ഓ സാധിക്കുന്നുണ്ട്. ഓ എന്ന് ഓ. കരുതിയിട്ട് ആ. സിനിമ ഡയറക്റ്റ് ചെയ്യാൻ മാത്രം നമ്മൾ പ്രാപ്തനാണെന്ന് അഹങ്കരിക്കുന്നതിൽ അർത്ഥമില്ല. അല്ല. അതൊരുപാട് വലിയൊരു കടമ്പയാണ്. ഓ ഓ ഓ. അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അല്ല, എന്നാലും എത്തണ്ടേ? എന്നാലും എത്തണം എന്നുള്ളതാണ് ആഗ്രഹം. ആഗ്രഹം. വഴിയെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു നല്ലൊരു ഡയറക്ടറിന്റെ കീഴിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്താലൊക്കെ ഓ നമുക്ക് അതിലേക്ക് എത്താൻ കഴിയും. ഓക്കെ. ഈ കൂടുതൽ താല്പര്യം എന്താണ്? ഡയറക്ഷൻ മേഖലയിലേക്ക് പോകാനാണോ അല്ലെങ്കിൽ അഭിനയിക്കാനാണോ കൂടുതൽ? തീർച്ചയായിട്ടും അഭിനയമാണ് എൻ്റെ അഭിനയമാണ് മോഹം. അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ കണ്ണദാസ് പേരാമ്പ്ര കോഴിക്കോട് ജില്ലയിലുള്ള ഒരു കലാകാരനാണ്. അപ്പോൾ 15ഓളം, അതായത് ഷോർട്ട് ഫിലിമും ആൽബം, ആ ഒരു ആൽബത്തിൽ തന്നെ നല്ലൊരു അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളൊരു പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളാണ്. പക്ഷേ എത്രയോ കഴിവുകളുള്ള വ്യക്തികൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. പക്ഷേ ഞാൻ ഈ ലൊക്കേഷനിൽ വന്നപ്പോഴാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പോലീസ് ക്യാരക്ടറാണ് താങ്കൾ അതെ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലീസ് അല്ലേ? ക്യാരക്ടർ. വളരെ ഭംഗിയായിട്ട് തന്നെ ഇതിൽ ചെയ്യുന്ന പല ക്യാരക്ടറുകളും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ്. അപ്പോൾ കണ്ണേട്ടാ, അപ്പോൾ എല്ലാവിധ രാജേഷ് ആശംസ. ചേട്ടനെ കുറിച്ചിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ആ, ഞാൻ രാജേഷ് ചേട്ടനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? ആരാണെന്ന് ഞങ്ങൾ അത് പറയേണ്ടതില്ലല്ലോ. അല്ല, അത് നമസ്കാരം. എന്നെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം, അതെ. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ നമ്മളെ പോലെയുള്ള കുറേ കലാകാരന്മാർ നമ്മുടെ നാട്ടിൻ പുറത്തും അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ കുറേ പ്രശസ്തമാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ രാജേഷ് പാലക്കാട് എന്ന ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ നമ്മളുടെ ഇൻ്റർവ്യൂകൾ ആർട്ടിസ്റ്റുകളെ എങ്ങനെ പറയാം, അവരൊരു പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണം എല്ലാവിധ ആശംസകളും. അപ്പോൾ എല്ലാവിധ സാർ ആശംസകളും. കണ്ണേട്ടാ, താങ്ക് താങ്ക് യു, യു, താങ്ക് യു താങ്ക് യു, സോ മച്ച്, താങ്ക് യു, താങ്ക് യു താങ്ക് സോ യു, മച്ച്. താങ്ക് യു. ഓക്കെ, റൈറ്റ്.